ഹംസാക്കാതെ വരുന്നു. ഹംസാക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എവിടേക്കാരന്മാരെ? ഞങ്ങളത് അതുവരെ ഉള്ളൂ. ഹംസാക്ക, നിങ്ങളെ പെണ്ണുങ്ങളല്ലേ ഇക്കുറി ബ്ലോക്കൊക്കെ മത്സരിക്കണേ? നിങ്ങളെ പെണ്ണുങ്ങൾ ജയിക്കുന്നതാണ് എല്ലാവരും പറയണത്. ആദ്യത്തെ നിങ്ങളെ പെണ്ണുങ്ങൾക്കാന്നാ പറയുന്നത്. ഇത്ര കാലം തുള്ളി കഞ്ഞിമള്ളം കിട്ടിയെന്നു ഇനിയിപ്പോ അതും കിട്ടാൻ കോലല്ലാത്ത രീതിയിലപ്പൊ പോകണം. അതെന്താ ഹംസാക്ക നിങ്ങൾ അങ്ങനെ പറയണേ? ചെറുക്കന്മാരെ, ഇനി അഥവെങ്ങാനും ഓള് ജയിച്ച് പ്രസിഡന്റ് ആയാല് പിന്നെ രാവിലെ വന്നിട്ട് ഓളെ കൂട്ടിക്കൊണ്ടുപോവുക. പിന്നെ ഓർക്ക് പാലക്കാടാണ് മീറ്റിംഗ്, കോഴിക്കോടാണ്, തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. പിന്നെ പാതിരാക്ക് ഇവിടെ കൊടുന്ന് ഇറക്കും ചെയ്യും. പിന്നെ നമ്മളോട് ഒരു വർത്താനത്തിനോ കാര്യത്തിനോ ഇവർക്ക് നേരം കിട്ടൂല. രാവിലെ പോകുമ്പോൾ ഗേറ്റ് തുറക്കുക, വൈകുന്നേരത്തെ ഇറങ്ങുമ്പോൾ ഗേറ്റ് അടക്കുക. പിന്നെ നമ്മളെ പണി അതാ. പിന്നെ ഇപ്പോൾ ഒരു ഞായറാഴ്ചയാണ് അവധിയുള്ളത്. അന്നോൾക്ക് കല്യാണം, മരിപ്പ്, വേറുള്ള പരിപാടികൾ വേറെ. ഇങ്ങോട്ടൊക്കെ ചെറുക്കന്മാരെ, നല്ല മൊഞ്ചുള്ള പെണ്ണുങ്ങളും മൊഞ്ചുള്ള ചെറുക്കന്മാരും. ആ പഞ്ചായത്തിൽ കുറച്ച് പഴയ ഓട്ടുപാത്രങ്ങളും അലുമിനിയൊക്കെ ഉണ്ട്. അതിറ്റൊക്കെയാണ് പോട്ടെ. പുതിയ പുതിയ ചെറുപ്പക്കാരുണ്ട് നേരത്തെ പഞ്ചായത്ത്. ചുരുക്കം പറയാം, ഇനി അഥവെങ്ങാനോള് 5 കൊല്ലം പിന്നെ പ്രസിഡന്റ് ആയാല് പിന്നെ ഓളെ ഞമ്മക്ക് കണി കാണാൻ കിട്ടൂല. ഇന്ന ചെറുക്കന്മാരെ പോട്ടില്ല, നേരം മതി. നിങ്ങളോട് വർത്താനം പറഞ്ഞത് നേരം മതി. അഥവേ ഹംസാക്കാന്റെ പെണ്ണുങ്ങളെങ്ങാനും പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ 5 കൊല്ലത്തിന് ഹംസാക്കാന്റെ കാര്യം പറയാണ്ടാവില്ല. അത് ശരിയാ.